സംസ്ഥാനത്ത് നിപ്പ ഭീതി നിലനിൽക്കുന്നതിനിടെ H1N1 പനിയും പിടിമുറുക്കുന്നു. ജൂലൈ 1 മുതൽ 21 വരെ 796 പേരാണ് H1N1 ബാധിതരായി ചികിത്സ തേടിയത്. 11 പേർ മരിക്കുകയും ചെയ്തു. കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്, 371 പേർ. തൃശൂരിൽ 245 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് രോഗബാധിതരുള്ളത്. പാലക്കാട് ജില്ലയിൽ 6 പേർ ചികിത്സ തേടി. പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം, ഇടുക്കി, കൊല്ലം ജില്ലകളിലായിട്ട് 11 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ജൂലൈ 20-നാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂരിൽ 42, തിരുവനന്തപുരത്ത് 30 ഉൾപ്പെടെ 83 പേർക്കാണ് അന്ന് H1N1 സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 1343 പേർക്ക് H1N1 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 21 മരണങ്ങളും ഇക്കാലയളവിൽ സംഭവിച്ചു അത്രേ. ഡെങ്കിപ്പനി, എലിപ്പനി, കോളറ, H1N1, മഞ്ഞപ്പിത്തം, മലമ്പനി, വൈറൽ പനി, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ പടരുന്ന സാഹചര്യത്തിലാണ് നിപ കൂടി സ്ഥിരീകരിച്ചത്. ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ യഥാസമയം തന്നെ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട്. പാലക്കാട് ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന തുടങ്ങി. വാഹനയാത്രികരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് തുടർയാത്ര അനുവദിക്കുന്നത്. പനിബാധ ശ്രദ്ധയിൽപ്പെട്ടാൽ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ തുടർയാത്ര അനുവദിക്കൂ. മലപ്പുറത്ത് 14-കാരൻ നിപ ബാധിച്ച് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് 24 മണിക്കൂർ നീളുന്ന പരിശോധന ആരംഭിച്ചതെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.